ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് ഡിഷ് ആയിട്ടാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള മുട്ട വറവലാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലാക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു വലിയ ഉള്ളിയുടെ ചെറിയൊരു കഷ്ണം മുറിച്ചെടുത്തിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയും 6 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇനി 3 ഏലക്കയും 4 ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ ഇതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 4 പീസായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വീണ്ടും ചെറിയ ചെറിയ പീസുകളായിട്ടൊന്നുകൂടെ മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇതുപോലെ മുട്ട ഫ്രൈ ചെയ്ത് കറി ഉണ്ടാക്കുവാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഉണ്ടാവുക. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകും 3 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളി അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് വറവൽ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ ഉള്ളിയും തക്കാളിയും ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ കണ്ട ഇതെല്ലാം നല്ല പാകത്തിന് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇതിലോട്ട് കൂടുതലായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക, അധികം ഗ്രേവി ഉണ്ടാവില്ല. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കണ്ട നല്ല പോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ എഗ്ഗിലെല്ലാം മസാല നന്നായി തന്നെ പിടിച്ചു കിട്ടണം. ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതാ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള മുട്ട വരവൽ റെഡി. നോക്കി, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തൊരു ടേസ്റ്റാണെന്നറിയോ കഴിക്കാൻ. ഈ ഒരു മുട്ട വറവലുണ്ടല്ലോ, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള മുട്ട വറവൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.